അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇത് നമ്മളെ മെയിൻ ഹാളാണ് വീടിൻ്റെ. ഇത് അവിടെയുള്ള സോഫൻ്റെ ഒരു പീസാണ്. ഇതാണ് നമ്മളെ മെയിൻ ലൈറ്റ്. ഇത് ഉണ്ടാക്കിയതാണ് തെർമോകോളും അതുപോലെ തന്നെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചാണ്ട് ഉണ്ടാക്കിയതാണ്. അത് തൽക്കാലം ഒരു ട്രൈപോഡുമ്മൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാധാ ബൾബൊക്കെ വെച്ചാണ്ട് ഡിഫ്യൂഷന് വേണ്ടി വെള്ള തുണിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ട്രൈപോഡ് ഇതിന് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഇത് റിഫ്ലക്ടറായി കണ്ട് യൂസ് ചെയ്യുന്നത്. ഈ തെർമോകോൾ ഷീറ്റുമ്മേ ഒരു ഫോയിൽ പേപ്പർ വെച്ചുകൊണ്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ നമ്മളെ ലാമ്പ് ഉണ്ട്. ഈ സോഫമ്മ ചാരി സെറ്റിമ്മ ചാരിയാണ്ട് ബ്രിക്ക് ലൈറ്റ് ഓറഞ്ച് കളറാക്കിയിട്ട് വെച്ചിന്. അവിടെ ഒരു ബ്രിക്ക് ലൈറ്റ് നീല കളറാക്കിക്കൊണ്ട് വെച്ചിന്. ഇതൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഈ കർട്ടനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനായിട്ട് സെറ്റപ്പ് ഒന്നും ചെയ്തതല്ല. അത് മൈക്ക് എന്ന് പറയുന്നത് ബോയ MM1+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേസിക് മോഡലാണ്. ചെറിയ സാധനമാണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ കംപ്ലീറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇത് ഇനി എങ്ങനെയാണ് ഇതിലിരിക്കുമ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഈ കാര്യം നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. കുറച്ച് ദിവസമായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടലില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പഴയ പോസ്റ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല, പക്ഷേ ആർക്കൈവ് ആക്കിയാണ്. കഴിഞ്ഞൊരു 1 വീക്കായിട്ട് ഒരു 1-2 സ്റ്റോറി ഇട്ടേയും. അതായത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് മോട്ടിവേഷൻ ഇല്ല, ഞാൻ സ്ക്രോളിങ് ചെയ്യലുണ്ട്. ഞാൻ അതേപോലെ തന്നെ മൂവീസൊക്കെ കണ്ടിന്യൂ ഈ ജൂലൈ മന്തിൽ. പക്ഷേ ഞാൻ അവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ അത് മാത്രമല്ലായിരുന്നു ചെയ്തിരുന്നത്. നമ്മളെ ഓഡിയൻസിലായാലും കുടുംബക്കാരിലായാലും ഫ്രണ്ട്സിലായാലും ഏതിലായാലും ജെനുവിൻലി മറ്റുള്ളവർ വിജയിക്കാൻ ആഗ്രഹമുള്ളവർ വളരെ കുറവായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും അല്ലാണ്ടെങ്കിൽ ഒരു പോർഷൻ ഓഫ് ആൾക്കാർക്ക് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ലൈഫിൽ തോൽക്കുന്നത് കാണുമ്പോഴാണ്. ഒരു തോൽക്കുമ്പോൾ ഇവർ ചെറുതായിട്ട് സങ്കടമുള്ള പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ചെറിയ സന്തോഷം ഉണ്ടാവും. എല്ലാവർക്കും എൻവി ഉണ്ടാവും, അത് ഹ്യൂമൻ നേച്ചറാണ്. എല്ലാവർക്കും ഒരു ചെറിയ അസൂയ ഉണ്ടാവും വേറെ ലോല് വിജയിക്കുന്നത് കാണുമ്പോൾ. ഓക്കെ, പക്ഷേ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല ചിന്താഗതിയുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ഓൻ ജയിക്കണമെങ്കിൽ എനിക്കും ജയിക്കണം, ഞങ്ങൾക്ക് രണ്ടാൾക്കും ജയിക്കണം, ആ രീതിയിൽ ചിന്തിക്കുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് സ്മോൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഓല് ജയിക്കുമ്പോൾ ഓർക്ക് വിഷമവും മറ്റുള്ളവർ തോൽക്കുമ്പോൾ ഓർക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഒരു സുഖം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത് ആ ഡിപ്രസിങ് ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ഇട്ടത്. ബട്ട് ആക്ച്വലി I was not failing, I was building. Act like you are failing in front of public. Build in silence, win in private, let the results speak.